നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഹോമിയോപ്പതി വകുപ്പ്, ആയുഷ് പ്രൈമറി ഹെൽത്ത് സെന്റർ, മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കുടിക്കിമുട്ട വയോജന കേന്ദ്രത്തിൽ വെച്ച് ആയുഷ് വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മുണ്ടേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അനിഷ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളായാലും ഓരോ ഘടക സ്ഥാപനങ്ങളൊക്കെ കൃത്യമായ ഇടപെടലിലൂടെ പൊതുജനങ്ങളടക്കം ജാഗ്രതാ നിർദ്ദേശത്തോടെ വലിച്ചെറിയപ്പെടാത്ത, നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക്കുകളായാലും നമ്മുടെ ഭക്ഷണ കിറ്റുകളായാലും വലിച്ചെറിയാത്ത ഒരു വലിയൊരു പൊതുസമൂഹം ഉണ്ടാകാൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നുണ്ട്. അതിൽ എല്ലാവരും പങ്കാളികളാകണം. ആ ഒരു പങ്കാളിത്തം കൂടി ഉണ്ടായാൽ മാത്രമേ നമുക്ക് ആരോഗ്യ രംഗത്ത് കൂടുതൽ ഉണർവോടെ പുതിയ രോഗങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത രീതിയിൽ സുന്ദരമായ ഒരു ഭാവി നമുക്ക് ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. അതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മുടെ പ്രദേശത്ത് ഒരു ഹാപ്പിനെസ് വില്ലേജ്, അത് വയോജനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ഹാപ്പിനെസ് വില്ലേജ് സ്ഥാപിക്കണമെന്നൊക്കെ കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം എങ്ങനെയൊക്കെയാണ് നമ്മുടെ പൊതുജനങ്ങൾക്ക് സമൂഹത്തില് ഒരു കൂട്ടായ്മയോടുകൂടി ഇടപെടാനും, അതുപോലെ തന്നെ വാർദ്ധക്യം എന്നുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ ചടഞ്ഞിരുന്നാതെ നമ്മുടെ വയോജന വിശ്രമ കേന്ദ്രമായാലും അതുപോലെ തന്നെ നമ്മുടെ ഹാപ്പിനെസ് പാർക്കുകളായാലും അതൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളതൊക്കെയാണ് ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മളൊക്കെ കാണുന്നത്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീലത അധ്യക്ഷത വഹിച്ചു. ഹോമിയോ മരുന്നുകൾ ഏത് പ്രായക്കാർക്കും ഫലപ്രദമാണെന്ന് അറിയിക്കുകയും അവരുടെ അസുഖങ്ങൾ തിരിച്ചറിഞ്ഞ് രോഗമുക്തരാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. മുണ്ടേരി ആയുഷ് PHC മെഡിക്കൽ ഓഫീസർ ഡി വിനി സ്വാഗതം പറഞ്ഞു. ആയുഷ് PHC ചെമ്പിലോട് ഡോക്ടർ റോസ്മിൻ പ്ലാസിഡ് ക്ലാസ് നയിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി കെ രാജൻ, വാർഡ് മെമ്പർ EK ചാന്ദിനി, MV സാന്ദ്ര, JHI K കിഷോർ, JPNH PG രാഖി തുടങ്ങിയവർ സംസാരിച്ചു. ആശാ വർക്കർമാർ, നെഹർ കോളേജ് NSS വോളണ്ടിയർമാർ, കണ്ണൂർ അപ്പോളോ ഹോസ്പിറ്റൽ ലാബ് ടെക്നീഷ്യന്മാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഡോക്ടർമാരായ ഡി വിനി, റോസ്മിൻ പ്ലാസിഡ് എന്നിവർ ചികിത്സയ്ക്ക് നേതൃത്വം നൽകി.